പിന്നെ കറക്റ്റ് കട്ട് ചെയ്യാം. എന്നിട്ട് നമ്മുടെ പ്രൊഡക്റ്റ് പുറത്ത്, എന്നിട്ട് അതിൻ്റെ ഡിഫക്റ്റീവ് ഭാഗങ്ങളോ അതല്ല റോങ് പ്രൊഡക്റ്റ് ആണെന്ന് അവർക്ക് അപ്പോഴേ മനസ്സിലാവും. കാരണം ഈ ഒരു ഓർഡർ. ഹായ്, ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇ കൊമേഴ്സ് വെബ്സൈറ്റുകളെ കുറിച്ച് വിശദമായി തന്നെ ചർച്ച ചെയ്യുന്ന വീഡിയോസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനലിൽ കാണുന്നതെങ്കിൽ ഇ കൊമേഴ്സ് വെബ്സൈറ്റുകളെ കുറിച്ച് വളരെ വ്യക്തമായി തന്നെ A to Z കാര്യങ്ങൾ ഞാനിതിൽ 1 by 1 ആയിട്ട് ഒരു പ്ലേലിസ്റ്റ് ആയിട്ട് ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങൾ കാണാൻ ശ്രമിക്കുക. പിന്നെ നിങ്ങൾക്ക് വീഡിയോകളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സുമായിട്ടും ഫാമിലിയുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മളെ സബ്ജക്റ്റ് ഒരുപാട് പേര് കമന്റ്സിലും വാട്സപ്പിലൂടെയൊക്കെ ചോദിച്ച ഒരു വിഷയമാണ്. നമുക്കൊരു റിട്ടേൺ പ്രൊഡക്റ്റ് വന്നു കഴിഞ്ഞാൽ, കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു റിട്ടേണെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ, റിട്ടേൺ പോളിസി എങ്ങനെയാണ്, RTO എന്താണ്, കസ്റ്റമർ റിട്ടേൺ എന്താണ്, ഇതൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ക്ലിയർ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ആ വീഡിയോന്റെ താഴെയും പിന്നെ അതുപോലെ വാട്സപ്പിലും കുറേ ആൾക്കാർ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, നമുക്കൊരു പ്രൊഡക്റ്റ് റോങ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ഒരു ഡിഫക്റ്റീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് എനിക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യണം, ഞാൻ അയച്ചത് ഒരു സ്പ്രേ ആണ്, എനിക്ക് തിരിച്ചു വന്നത് ഒരു പൗഡറാണ്, അപ്പോൾ എന്ത് ചെയ്യണം, ഈ രീതിയിൽ നമുക്ക് നമ്മളെ പൈസ നഷ്ടമാവുമോ ഇല്ലേ എന്നുള്ള ഒരുപാട് കൺസേൺ പല ആളുകൾക്കുമുണ്ട്. അപ്പോൾ ആ ഒരു കാര്യത്തിന് ഒരു ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം, എങ്ങനെ ആ ഒരു റിട്ടേൺ നമ്മൾ മാനേജ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ വ്യക്തമായി തന്നെ മനസ്സിലാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഒരു പ്രൊഡക്റ്റ് റിട്ടേൺ ആയിട്ട് ഡെലിവറി ബോയ് നിങ്ങൾക്ക് ഡെലിവറി ചെയ്യുമ്പോൾ, കൊറിയർ ബോയ് നിങ്ങൾക്ക് ഡെലിവറി ചെയ്യുമ്പോൾ, നിങ്ങളത് ഓപ്പൺ ആക്കുന്നതിൻ്റെ ഒരു വീഡിയോ എന്താണെങ്കിലും നിങ്ങൾ എടുത്തു വെച്ചോളണം. കാരണം ഇത് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുള്ളൂ ഇത് പ്രൊഡക്റ്റ് സെയിം ആണോ അല്ലയോ എന്നുള്ളത്. ഡിഫക്റ്റീവ് ആയ പ്രൊഡക്റ്റ് ആണോ, അതായത് നമ്മൾ അയച്ച സാരി തിരിച്ചു വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് സാരി ആയിട്ട് ഫീൽ ആവുന്നുണ്ടെങ്കിലും ഉള്ളിൽ ചിലപ്പം വേറെ എന്തെങ്കിലും ഒരു മെറ്റീരിയൽ ആയിരിക്കാം, ചിലപ്പോൾ വേറെ പഴയ സാരി ആയിരിക്കാം. അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്. ഇവിടെ ഫേക്ക് ആയിട്ട് പ്രൊഡക്റ്റുകൾ തിരിച്ചയക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു റിസ്ക് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാം, ഏതൊരു പ്രൊഡക്റ്റ് റിട്ടേൺ വന്നു കഴിഞ്ഞാലും ആദ്യം നിങ്ങളത് ഓപ്പൺ ആക്കുന്നതിന് മുമ്പ് ജസ്റ്റ് നിങ്ങളുടെ മൊബൈൽ ഫോൺ വെച്ചിട്ട് ഒരു വീഡിയോ എടുത്തു വെക്കുക. ഓപ്പൺ ആക്കുന്നതിൻ്റെ ഒരു മിനിറ്റുള്ള വീഡിയോ മതി, 90 സെക്കൻഡോ അല്ലെങ്കിൽ 1 മിനിറ്റുള്ള, മാക്സിമം 1 മിനിറ്റുള്ള വീഡിയോ മതി. ജസ്റ്റ് ഒന്ന് കവർ ചെയ്യുക, എല്ലാ ഭാഗങ്ങളൊന്ന് കാണിക്കുക. ഞാൻ വീഡിയോ വ്യക്തമായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. കുറച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് വീഡിയോ എടുക്കേണ്ടതെന്ന്. എന്നാലും നിങ്ങളൊന്ന് വീഡിയോ എടുത്തു വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി നമ്മൾ ഇപ്പോൾ അങ്ങനെ റിട്ടേൺ വന്നു കഴിഞ്ഞു, നമുക്ക് ഒരു ഡിഫക്റ്റീവ് ആയിട്ടുള്ളതോ ഒരു റോങ് ആയിട്ടുള്ളതോ റിട്ടേൺ നമുക്ക് വന്നു കഴിഞ്ഞാൽ ഒന്നുകൊണ്ടും പാനിക് ആവണ്ട, ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. നമുക്ക് സിമ്പിളായിട്ട് ഒരു ടിക്കറ്റ് റേസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പൈസ നമ്മുടെ അക്കൗണ്ടിലേക്ക് തിരിച്ചു വരും. നമുക്ക് അത്രയല്ലേ വേണ്ടുള്ളൂ, നമ്മൾ വിറ്റ പ്രൊഡക്റ്റിന്റെ പൈസ നമുക്ക് വന്നാൽ മതിയല്ലോ. ഓക്കെ, അപ്പൊ ആ ഒരു സംഭവം നിങ്ങൾക്ക് ഞാൻ എങ്ങനെയാണ് ആ ഒരു ടിക്കറ്റ് റേസ് ചെയ്യേണ്ടതെന്ന് ഇപ്പോൾ കമ്പ്യൂട്ടറിന്റെ സ്ക്രീനിൽ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ മീഷോന്റെ സപ്ലയർ പാനലിന്റെ അഡ്മിൻ പാനലിലാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ആ ഒരു പ്രൊഡക്റ്റ് റിസീവ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം, നിങ്ങൾ ആദ്യം തന്നെ ഈ സപ്പോർട്ട് എന്നൊരു ഓപ്ഷൻ കണ്ടില്ല, ഇവിടെ സപ്പോർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം, ഇവിടെ ഉണ്ടാവും റിട്ടേൺ, RTO ആൻഡ് എക്സ്ചേഞ്ച്. ഈ ഒരു 3 സംഭവങ്ങളുണ്ടല്ലോ. ഈ ഒരു ടാബിൽ നിങ്ങളൊന്ന് വ്യൂ ആൾ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് സിനാരിയോ അവർ പറയുന്നുണ്ട്, ഒരുപാട് കേസസ് അവർ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഐ ഹാവ് റിസീവ്ഡ് റോങ് റിട്ടേൺ, ഐറ്റംസ് ആർ മിസ്സിംഗ് ഇൻ മൈ റിട്ടേൺ, ഐ ഹാവ് നോട്ട് റിസീവ്ഡ് മൈ റിട്ടേൺ, ഐ ഹാവ് റിസീവ്ഡ് എ ഡാമേജ്ഡ് റിട്ടേൺ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറെ കാര്യങ്ങളുണ്ട്. ഐ ഹാവ് റിസീവ്ഡ് യൂസ്ഡ് പ്രൊഡക്റ്റ് ആസ് റിട്ടേൺ. അപ്പോൾ ഇതിൽ ഏതാണോ നിങ്ങളെ കേസ്, ആ ഒരു കേസിനനുസരിച്ചിട്ട് വേണം നിങ്ങൾ സെലക്ട് ചെയ്യാൻ. ഇപ്പൊ ഞാനിവിടെ സെലക്ട് ചെയ്യുന്നത് ഐ ഹാവ് റിസീവ്ഡ്
റോങ് റിട്ടേൺ എന്നുള്ളതാണ്. ഓക്കെ, ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ നമ്മൾ ഒരു റൈസ് എ ടിക്കറ്റ് എന്നുള്ള ഓപ്ഷന് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? നമ്മളിപ്പോ ഒരു സബ് ഓർഡർ ഐ ഡി ഉണ്ടല്ലോ നമ്മളെ കയ്യിൽ. ഇപ്പൊ ഏത് പ്രൊഡക്റ്റ് ആണോ റിട്ടേൺ ആയിട്ടുള്ളത് ആ പ്രൊഡക്റ്റിന്റെ ഒരു ഓർഡർ ഐ ഡി നമ്മുടെ കയ്യിൽ ഉണ്ടാവും. അത് എവിടെയാണ് ഉണ്ടാവുക ഞാൻ കാണിച്ചു തരാം. പോവുക, റിട്ടേണിൽ പോയി കഴിഞ്ഞിട്ട് റിട്ടേൺ ട്രാക്കിംഗ് ക്ലിക്ക് ചെയ്യുക. റിട്ടേൺ ട്രാക്കിംഗ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡെലിവേർഡ് എന്നുള്ള ഓപ്ഷനിൽ പോവുക. ഡെലിവേർഡിൽ നിങ്ങൾക്ക് റിട്ടേൺ ചെയ്ത് ഡെലിവറി ആയ പ്രൊഡക്റ്റ് ഇവിടെ കാണിക്കും. അതുണ്ടോ? സിമ്പിളായിട്ട് ഈ ഒരു സബ് ഓർഡർ ഐ ഡി ആണ് നിങ്ങൾ ഇവിടെ പ്ലേസ് ചെയ്യേണ്ടത്. ഇവിടെ പ്ലേസ് ചെയ്യേണ്ടത് നമ്മൾ ജസ്റ്റ് ഇവിടുന്ന് കോപ്പി എടുക്കുക. സബ് ഓർഡർ ഐ ഡി കോപ്പി എടുക്കുക. ഓക്കെ, കോപ്പി എടുത്തിട്ട് ഇതിൽ പേസ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ എന്ത് ചെയ്തു? സബ് ഓർഡർ ഐ ഡി നമുക്ക് അവിടെ നിന്ന് കിട്ടി, അത് കൊടുത്തു. പിന്നെ പാക്കിങ്ങിന്റെ കണ്ടീഷനാണ് ചോദിക്കുന്നത്. നല്ല പോലെ പാക്ക് ചെയ്തതാണോ അതല്ല ഡാമേജ് ആയിട്ടുള്ള പാക്കിംഗ് ആണോ എന്നാണ്. ഡാമേജ് ആണെങ്കിൽ ടാമ്പേർഡ് എന്ന് കൊടുക്കണം, അതല്ലാന്നുണ്ടെങ്കിൽ ഇൻടാക്ട് എന്ന് കൊടുക്കണം. ഓക്കെ, പിന്നെ അടുത്തതായിട്ട് ചോദിക്കുന്നത് പാക്കറ്റിന്റെ ഐ ഡി ആണ്. പാക്കറ്റിന്റെ ഐ ഡി, അതായത് ഇപ്പൊ നമുക്ക് ഈ ഒരു ഇതിലാണ് റിട്ടേൺ വരിക. ഡെലിവറി ബോയ് ഡെലിവറി നമ്മളെ കൊറിയർ പാർട്ട്ണർ ആണ് നമുക്ക് ആ ഒരു റിട്ടേൺ അവരെ പാക്കറ്റിലാക്കിയിട്ടാണ് തിരിച്ച് സാധാരണ അയക്കാറുള്ളത് കസ്റ്റമർ റിട്ടേൺ ആകുമ്പോൾ. അല്ലാതെ നമ്മൾ അയച്ച പോലെ ആ ഒരു പാക്കിൽ തിരിച്ചു വരില്ല, കാരണം കസ്റ്റമർ ഓൾറെഡി യൂസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഡെലിവറി പാർട്ട്ണറെ പാക്കറ്റാണ് നമുക്ക് ഈ ഒരു പാക്കറ്റിലാണ് അവർക്ക് നമുക്ക് തിരിച്ചയക്കാം. ഓക്കെ, അപ്പൊ ഇതിന് കണ്ടില്ലേ, ഇവിടെ ഒരു ഇത് കണ്ടല്ലോ നിങ്ങൾ, പാക്കറ്റ് ഐ ഡി കണ്ടിട്ട് ഇത് കണ്ടോ? ഇതാണ് ഈ പാക്കേജിന്റെ ഐ ഡി. അതാണ് നമ്മൾ ഇവിടെ ഈ ഒരു ഐ ഡി ആണ് നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. പിന്നെ അടുത്തത് ഇതിന്റെ ഒരു ഫോട്ടോ അറ്റാച്ച് ചെയ്യും വേണം. നമ്മൾ ഇതിന്റെ ഫോട്ടോ അറ്റാച്ച് ചെയ്യണം. പിന്നെ ബാർകോഡ് ഇമേജ് ആണ്. ഈ ഒരു ബാർകോഡിനാണ് അവർ ചോദിക്കുന്നത്. ഈ ഒരു ബാർകോഡിന്റെ ഇമേജ് ഇവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അതായത് പോലെ പിന്നെ പ്രൊഡക്റ്റ് റിസീവ് ചെയ്തതിന്റെ ഇമേജ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. പിന്നെ റിവേഴ്സ് വേബിൽ എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന സംഭവമാണ്. ഇതാണ്ടോ? ഇത് ക്ലിയർ അല്ല, അത് കുറച്ച് മങ്ങിപ്പോയിട്ടുണ്ട്. എന്നാലും ഈ ഒരു സംഭവമാണ്. ഇതാണ് റിവേഴ്സ് വേബിൽ. അപ്പൊ ഇതിന്റെ ഒരു ഫോട്ടോ നിങ്ങൾ എടുക്കണം. ഓക്കെ, പിന്നെ എന്ത് ചെയ്യണം? നമ്മൾ നേരത്തെ ചെയ്തു വെച്ച ഒരു വീഡിയോ, ആ വീഡിയോ ഞാൻ കാണിച്ചു തരാം. ആ വീഡിയോ അതുപോലെ തന്നെ അതും അറ്റാച്ച് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യുക? ഡിസ്ക്രിപ്ഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇവിടെ എഴുതി കൊടുക്കാവുന്നതാണ്. ഓക്കെ, എന്നിട്ട് പിന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും അറ്റാച്ച്മെന്റ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇവിടെ അറ്റാച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, അറ്റാച്ച് ചെയ്യാം. എന്നിട്ട് ഈ സബ്മിറ്റ് ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ടിക്കറ്റ് റേസ് ആയി കഴിഞ്ഞു. ടിക്കറ്റ് റേസ് ആയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ സ്റ്റാറ്റസ് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഓരോന്നിന്റെ സ്റ്റാറ്റസ് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ ഇവിടെ ഞാൻ ഓൾറെഡി റേസ് ചെയ്ത ടിക്കറ്റുകളാണ് ഇതൊക്കെ. അപ്പോൾ ഇതൊക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ വേറെ വിഷയങ്ങൾക്ക് റേസ് ചെയ്തതാണ്, അതെല്ലാം ക്ലോസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതും നിങ്ങൾ ചെയ്യുമ്പോൾ ഇവിടെ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ അത് ഇവിടെ വരും. ഈ ഒരു ടാബിൽ വരും. ഈ ടാബിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ അതിന്റെ സ്റ്റാറ്റസ് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമുക്കൊരു റിട്ടേണിന്റെ പാക്കറ്റ് വരിക കേട്ടോ. സെക്യൂർ റിട്ടേൺ എന്നൊക്കെ ഉണ്ടാവും, അവിടെ എഴുതിച്ചിട്ടുണ്ടാവും. ഓരോ കൊറിയർ പാർട്ട്ണറിനനുസരിച്ചിട്ട് ബാഗേജിൽ വ്യത്യാസം ഉണ്ടാവും. പക്ഷെ ഇങ്ങനെ തന്നെ ആയിരിക്കും അവര് നമുക്ക് തിരിച്ച് കൊണ്ടുവരുന്നത്. ഇവിടെ ഡെലിവറിയുടെ പാർട്ട്ണർ തന്നതാണ്. ഓക്കെ, അപ്പൊ ഇതാണ് ആ പാക്കറ്റ് ഐ ഡി, ഞാൻ നേരത്തെ പറഞ്ഞ പാക്കറ്റ് ഐ ഡി. ഓക്കെ, ഈ പാക്കറ്റ് ഐ ഡി. പിന്നെ ഇതാണ് നമ്മുടെ റിവേഴ്സ് ഷിപ്പിംഗ് ബില്ല്. ഇതിന്റെ ഒക്കെ ഒരു ഫോട്ടോസ് നമ്മൾ ആദ്യം എടുത്ത് വെക്കണേ. ഇതാണ് റിവേഴ്സ് ഷിപ്പിംഗ് ബിൽ. ഉള്ളിലെ പ്രൊഡക്റ്റ് കണ്ടല്ലോ. ഓക്കെ, ഞാൻ അയച്ച പാർട്ടിന് തന്നെ വന്നിട്ടുള്ളത്. പക്ഷെ നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബാഗേജ് എടുത്തത്. ഓക്കെ, അപ്പോൾ ഉള്ളിലെ പ്രൊഡക്റ്റ് കണ്ടു. അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കറക്റ്റായിട്ട് നിങ്ങൾ ഈ ഫ്രെയിമിൽ കറക്റ്റായിട്ട് വെക്കണം ആ ഒരു ബാഗേജ്. ഓക്കെ, ഇത് എങ്ങനെയാണ് ഇതിൽ കൊള്ളുന്നത് വെച്ചാൽ കറക്റ്റ് നിങ്ങൾ ആ പാക്കേജ് നിങ്ങൾ ആ ഫ്രെയിമിൽ കറക്റ്റായിട്ട് വെക്കുക. എന്നിട്ട് 4 സൈഡൊക്കെ ഒന്ന് കാണിക്കുക. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കാണിക്കുക. എല്ലാ ഭാഗത്തും ജസ്റ്റ് ആയിട്ട് കാണിച്ചു കൊടുക്കുക. ഓക്കെ, കാണിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ ഈ ഒരു സൈഡൊക്കെ കറക്റ്റായിട്ട് കാണിക്കണം. ഇത് കാണിക്കണം, അതേപോലെ ഈ ഒരു നമ്പർ കാണിക്കണം. ഇതെല്ലാം കാണിക്കണം കേട്ടോ. അതിന് ശേഷം എന്ത് ചെയ്യുക? നമ്മളിത് കട്ട് ചെയ്യുക. ഇങ്ങനെ കട്ട് ചെയ്ത്
കറക്റ്റായിട്ട് സ്ക്രീനിനാക്കിയിട്ട് തന്നെ കട്ട് ചെയ്യണം കേട്ടോ. കറക്റ്റായിട്ട് സ്ക്രീനിൽ വെച്ചിട്ട് തന്നെ കറക്റ്റ് കട്ട് ചെയ്യുക. എന്നിട്ട് നമ്മുടെ പ്രൊഡക്റ്റ് പുറത്ത്, എന്നിട്ട് അതിൻ്റെ ഡിഫക്റ്റീവ് ഭാഗങ്ങളോ അതല്ല റോങ് പ്രൊഡക്റ്റ് ആണെന്ന് അവർക്ക് അപ്പോഴേ മനസ്സിലാവും. കാരണം ഈ ഒരു ഓർഡർ നമ്പറിൽ ഓൾറെഡി നമ്മൾ വിട്ട ഡീറ്റെയിൽസ് ഉണ്ടാവും. അപ്പോൾ തിരിച്ചു വന്നത് അതല്ല എന്ന് അവർക്ക് മനസ്സിലാകും. ഓക്കെ. പിന്നെന്ത് ചെയ്യുക, ഏതെങ്കിലും പ്രൊഡക്റ്റ് നമ്മൾ വിട്ടത് ചിലപ്പം യൂസ് ചെയ്തിട്ടൊക്കെ വന്നിട്ടുണ്ടാവും. അതൊക്കെ ജസ്റ്റ് കാണിച്ചു കൊടുക്കുക. പറയാതെ ഈ യൂസ് ചെയ്ത ഭാഗങ്ങളോ അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടെ ചിലപ്പോൾ കീറിയിട്ടുണ്ടാവും. ഇപ്പോൾ കീറിയ ഭാഗങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് വീഡിയോയിൽ ഫോക്കസ് ചെയ്തിട്ട് കാണിച്ചു കൊടുക്കുക. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇതുപോലെ തന്നെ കറക്റ്റ് ചെയ്താൽ മതി. ഓക്കെ ഓക്കെ. അപ്പം എല്ലാവരും വീഡിയോ കണ്ടു മനസ്സിലാക്കി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കുറച്ചൊരു ലെങ്തി പ്രൊസീജിയർ ആണെങ്കിൽ പോലും നമ്മുടെ പൈസ നഷ്ടപ്പെടാതിരിക്കാൻ നമ്മളിത് ചെയ്യേണ്ടതായിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ മീഷോ എന്ന കമ്പനിക്ക് അറിയില്ല നമുക്ക് ഏത് പ്രൊഡക്റ്റാണ് വന്നിട്ടുള്ളതെന്ന് അൻറ്റിൽ നമ്മളത് റേസ് ചെയ്യുന്നത് വരെ, ടിക്കറ്റ് നമ്മൾ റേസ് ചെയ്യുന്നത് വരെ അവർക്ക് അറിയാൻ പറ്റൂല ഏതാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അത് അവരും തെറ്റല്ല. നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് കിട്ടിയ പ്രൊഡക്റ്റ് ഏതാണ്, റോങ് ആണോ ആണെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ഈ ടിക്കറ്റ് റേസ് ചെയ്യണം. അതിന് മുന്നേ നിങ്ങൾ വീഡിയോ എടുത്തു വെക്കണം. നേരത്തെ നമ്മൾ കാണിച്ച പോലെ വീഡിയോ എടുത്തു വെക്കാൻ മറക്കരുത്. കസ്റ്റമർ റിട്ടേൺ ആണെങ്കിൽ മാത്രമാണ് ഈ ഒരു പ്രശ്നം ഉണ്ടാവുക. RTO ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണോ പാക്കറ്റ് വിട്ടിട്ടുള്ളത് അതുപോലെ തന്നെയാണ് പാക്കറ്റ് തിരിച്ചു വരിക. അപ്പോൾ നിങ്ങൾ കസ്റ്റമർ റിട്ടേൺ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, എന്തായാലെങ്കിലും അതിൻ്റെ ഒരു വീഡിയോ എടുത്തു വെക്കാൻ മറക്കരുത്. RTO ആണെന്നുണ്ടെങ്കിൽ വീഡിയോ എടുത്തു വെക്കേണ്ട ആവശ്യമില്ല. കാരണം അതിൽ സ്വാഭാവികമായിട്ട് ഒരു 90 to 95%, 99% വരെ ഇങ്ങനത്തെ ഫേക്കുകൾ സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. ഓക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. കൂടെ ഉണ്ടാവണം നിങ്ങൾ, അതാണ് എൻ്റെ പ്രതീക്ഷ. നമുക്ക് വരും ദിവസങ്ങളിൽ വളരെ ശക്തമായി തന്നെ മുന്നോട്ട് പോയിട്ട് കൊമേഴ്സുകളിൽ എങ്ങനെയൊക്കെ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും അതെല്ലാം ചെയ്ത് നല്ല ഒരു ബിസിനസ് കെട്ടിപ്പടുക്കാൻ നമുക്ക് സാധിച്ചിരിക്കും എന്ന് ഞാൻ നിങ്ങളോട് ഉറപ്പ് തരികയാണ്. ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നാളെ നമുക്ക് മറ്റൊരു വിഷയമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരെ ബൈ, ടേക്ക് കെയർ.